പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് ക്ലാസ് 5 ഇംഗ്ലീഷിലെ 14th ചാപ്റ്ററായ ഗലിവേഴ്സ് ട്രാവൽസ് മനസ്സിലാക്കാം. ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര. ഗലിവേഴ്സ് ട്രാവൽസ്. ഇത് ഒരു വലിയ സ്റ്റോറിയുടെ ചെറിയൊരു പാട്ടാണ്. റൈറ്ററാണ് ജോനാഥൻ സ്വിഫ്റ്റ്. ഈ സ്റ്റോറിയിൽ ഗലിവർ എന്നു പേരുള്ള ഒരു സെയിലറുണ്ട്. സെയിലർ എന്ന് പറഞ്ഞാൽ ആരാണ്? നാവികൻ, കപ്പൽ യാത്രക്കാരൻ. അപ്പോൾ അദ്ദേഹം പല പല സ്ട്രേഞ്ച് ആയിട്ടുള്ള ലാൻഡുകളിലൂടെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. When a person tells the story of his life in his own words, it is called an autobiography. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കഥ എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്, അതായത് ആത്മകഥ. When a person tells the story of his life, സ്വന്തം ലൈഫിലെ സ്റ്റോറി അത് പറയുന്നത്, അതായത് ഇൻ ഹിസ് ഓൺ വേർഡ്സ്, സ്വന്തം വാക്കുകളാൽ പറയുന്നതിനാണ് എന്ത് പറയുന്നത്? ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ കഥയാണ് എഴുതുന്നതെങ്കിൽ അതിന് ബയോഗ്രഫി എന്നാണ് പറയുക. ഗലിവർ എ സെയിലർ വാസ് വൺസ് കോട്ട് ഇൻ ദ ലാൻഡ് ഓഫ് ജയൻറ്റ്സ്. ദിസ് ഈസ് ഹൗ ഹി ഡിസ്ക്രൈബ്സ് ഹിസ് എക്സ്പീരിയൻസ്. ഗലിവർ എ സെയിലർ, അതായത് നാവികൻ, ഈ കപ്പൽ യാത്രക്കാരൻ, വാസ് വൺസ് കോട്ട് ഇൻ ദ ലാൻഡ് ഓഫ് ജയൻറ്റ്സ്. ജയൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? ഭീമാകാരനായ, അതായത് വലിയ ശരീരമുള്ള ആൾ, വളരെ വലുതായ രാക്ഷസൻ എന്നൊക്കെയാണ് അർത്ഥം. സംവൺ ഓർ സംതിങ് വിച്ച് ഈസ് വെരി ലാർജ്. അപ്പോൾ ഇങ്ങനെ വലിയ ഭീമാകാരന്മാരായ ആളുകളുള്ള ഒരു ലാൻഡിൽ അകപ്പെട്ടു പോവുകയാണ്. കോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അകപ്പെട്ടു പോവുകയാണ് ഗലിവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓൺ ദ 16th of June 1730 വി ഡിസ്കവേർഡ് ലാൻഡ്. 16th of June, ജൂൺ 16th, ജൂൺ 16, 1730 ഇയറിൽ ജൂൺ 16 വി ഡിസ്കവേർഡ് ലാൻഡ്, ഞങ്ങൾ ലാൻഡ് കണ്ടുപിടിച്ചു. ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു. അപ്പോൾ ആരാ പറയുന്നത്? ഗലിവർ പറയുകയാണ്. അവർ ക്യാപ്റ്റൻ സെൻഡ് എ ഡസൻ മെൻ വിത്ത് വെസൽസ് ഫോർ വാട്ടർ. അവർ ക്യാപ്റ്റൻ, ഞങ്ങളുടെ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിൻ്റെ ലീഡർ, ഈ കപ്പൽ യാത്രക്കാരുടെ ലീഡർ, അതായത് കപ്പൽ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾ, കപ്പിത്താൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം സെൻഡ് എ ഡസൻ മെൻ, ഒരു ഡസൻ മെൻ. ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആളുകളെ വിട്ടു. എന്തിനു വേണ്ടിയിട്ട്? വിത്ത് വെസൽസ് ഫോർ വാട്ടർ, വെസൽസുമായിട്ട്, പാത്രങ്ങളുമായിട്ട് വിട്ടു. ഫോർ വാട്ടർ, വെള്ളത്തിന് വേണ്ടിയിട്ട്. കാരണം കടലിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല, അത് സാൾട്ടിയാണ്. അപ്പോൾ അത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ കുടിക്കാൻ പറ്റിയ വെള്ളത്തിന് വേണ്ടിയിട്ട് 12 ആളുകളെ ക്യാപ്റ്റൻ വിട്ടു. ഇഫ് എനി കുഡ് ബി ഫൗണ്ട്, എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ, വാട്ടർ എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ കൊണ്ടുവരാനായിട്ട് 12 പേരെ ക്യാപ്റ്റൻ വിട്ടു. വെൻ വി കെയിം ടു ലാൻഡ് വി സോ നോ റിവർ ഓർ സ്പ്രിങ് ഓർ എനി ഇൻഹാബിറ്റൻസ്. വെൻ വി കെയിം ടു ലാൻഡ്, ഞങ്ങൾ ലാൻഡിൽ എത്തിയപ്പോൾ, അപ്പോൾ ഇവർ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറിയ ബോട്ടിലൂടെ ലാൻഡിലേക്ക്, ഒരു കരയിലേക്ക് പോയതാണ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ കര. വി സോ നോ റിവർ, അപ്പോൾ ഞങ്ങൾ ഒരു റിവറും കണ്ടില്ല. അവിടെ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരുവിയോ അല്ലെങ്കിൽ റിവറോ, അല്ലെങ്കിൽ നോർ എനി ഇൻഹാബിറ്റൻസ്. ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൻസ്, അതായത് അവിടെ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവികൾ. അവിടെ ഒന്നിനെയും ഞങ്ങൾ കണ്ടില്ല. അവിടെ അരുവിയും ഉണ്ടായിരുന്നില്ല, റിവറും ഉണ്ടായിരുന്നില്ല, പുഴയോ അരുവിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ താമസക്കാരും ഉണ്ടായിരുന്നില്ല. ഐ വെൻറ്റ് ഓൺ ടു എക്സ്പ്ലോർ. അപ്പോൾ ഞാൻ പോയി. ഓൺ ടു എക്സ്പ്ലോർ. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്, ഒക്കെ തിരിഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് പോയി. ദ കൺട്രി വാസ് ബാരൻ ആൻഡ് റോക്കി. ആ കൺട്രി എങ്ങനെയുള്ളതായിരുന്നു? ബാരൻ ആൻഡ് റോക്കി. ബാരൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ട്രീ, പീപ്പിൾ ഓർ ലൈഫ്, അതായത് വിത്തൗട്ട് എനി ഗ്രീനറി, ഒരു തരിശു ഭൂമിയായിരുന്നു. കൃഷിയൊന്നുമില്ലാത്ത ഒരു വിജനമായ തരിശു ഭൂമിയായിരുന്നു ആ സ്ഥലം. ആൻഡ് റോക്കി എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകൾ നിറഞ്ഞതായിരുന്നു. ഐ ടേൺ ബാക്ക് ടു ജോയിൻ ദ ക്രൂ only to see them getting into the boat and rowing for life to get to the ship. റോയിങ് എന്ന് പറഞ്ഞാൽ തുഴയുകയായിരുന്നു. അപ്പം ഐ ടേൺ ബാക്ക്, ഞാൻ തിരിച്ചു പോകാനായിട്ട്
ഒരുങ്ങി. അതായത് അവിടെ ഒന്നും കണ്ടില്ല, ലാൻഡിൽ ഒന്നും ഒരാളുകളോ ജീവികളോ ഒന്നും ഉണ്ടായിരുന്നില്ല, റിവറോ പിന്നെ അരുവിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ക്രൂ എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ യാത്രക്കാരുടെ ആ കൂട്ടം, അപ്പോൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അപ്പം ഞാൻ എന്താണ് കണ്ടത്? ഓൺലി ടു സീ ദം ഗെറ്റിംഗ് ഇൻ ടു ദ ബോട്ട് ആൻഡ് റോയിങ് ഫോർ ലൈഫ് ടു ഗെറ്റ് ടു ദ ഷിപ്പ്. അവർ ഷിപ്പിനടുത്തേക്ക് പെട്ടെന്ന് പോകാൻ നോക്കുകയായിരുന്നു. ഗള്ളിവർ എന്താണ് പറയുന്നത്? ഐ ടേൺ ബാക്ക് ടു ജോയിൻ ദ ക്രൂ. ഞാൻ തിരിച്ച് പോയപ്പോൾ ആ ക്രൂവിലേക്ക്, കപ്പൽ യാത്രക്കാരുടെ കൂട്ടത്തിലേക്ക് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് പോയപ്പോൾ ഞാൻ എന്താണ് കണ്ടത്? ഓൺലി ടു സീ ദം ഗെറ്റിംഗ് ഇൻ ടു ദ ബോട്ട് ആൻഡ് റോയിങ് ഫോർ ലൈഫ് ടു ഗെറ്റ് ദ ഷിപ്പ്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ജീവൻ രക്ഷിക്കാനായിട്ട് ഷിപ്പിനടുത്തേക്ക് ഇങ്ങനെ ഈ ബോട്ട് പെട്ടെന്ന് തുഴഞ്ഞങ്ങ് പോവുകയായിരുന്നു. Before I could reach them, I observed a huge creature walking after them in the sea as fast as he could. Before I could reach them, ഞാൻ അവരുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് ഗള്ളിവർ പറയുകയാണ്, ഞാൻ എൻ്റെ ബാക്കിയുള്ള കപ്പൽ യാത്രക്കാരുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ നോട്ടീസ് ചെയ്തു, ഞാൻ നിരീക്ഷിച്ചു. എന്താ കണ്ടത് അദ്ദേഹം? എ ഹ്യൂജ് ക്രിയേച്ചർ. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ക്രിയേച്ചർ, ക്രിയേച്ചർ എന്ന് പറഞ്ഞാൽ ജീവി. വാക്കിംഗ് ആഫ്റ്റർ ദം ഇൻ ദ സീ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. വാക്കിംഗ് ആഫ്റ്റർ ദം, അവരുടെ പുറകെ അങ്ങ് പോവുകയാണ് വലിയൊരു ജീവി. ഈ ബോട്ടിൻ്റെ പുറകെ പോവുകയാണ്, ഈ യാത്രക്കാരുടെ പുറകെ പോവുകയാണ്, അവരെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ്. ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്, അത്രയ്ക്ക് വേഗത്തിൽ, ആ ജീവിയെ കൊണ്ട് കഴിയുന്ന അത്രയും സ്പീഡിൽ അതങ്ങ് പോവുകയാണ് അവരുടെ പുറകെ. The water of the ocean reached only till his knees. ആ ഓഷ്യനിലെ, ആ കടലിലെ വെള്ളം എവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ? ആ ജീവിയുടെ കാൽമുട്ട് വരെയേ ഉണ്ടായിരുന്നുള്ളൂ. നീസ് എന്ന് പറഞ്ഞാൽ കാൽമുട്ട്. However, എങ്കിലും the monster was unable to overtake the speeding boat. ആ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ രാക്ഷസനെന്ന് പറയാം. അതായത് ആ ഭീമാകാരനായ ആ വലിയ മനുഷ്യന് വാസ് അനേബിൾ ടു ഓവർടേക്ക് ദ സ്പീഡിംഗ് ബോട്ട്. ആ സ്പീഡിൽ പോകുന്ന ആ ബോട്ടിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. ഐ ടേൺ ബാക്ക് ക്വിക്ക്ലി ആൻഡ് ക്ലൈംഡ് അപ്പ് എ സ്റ്റീപ്പ് ഹിൽ വിത്ത് ഫീൽഡ്സ്. ഐ ടേൺ ബാക്ക്, ഞാൻ തിരിഞ്ഞു. എങ്ങോട്ടാണ് തിരിഞ്ഞത്? ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ തിരിഞ്ഞു. ആൻഡ് ക്ലൈംഡ്, എന്നിട്ട് ചാടി കയറി. അപ്പോൾ സ്റ്റീപ്പ് ഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കയറാനൊന്നും പറ്റാത്ത കുത്തനെയുള്ള കുന്ന്. അപ്പോൾ ആ കുത്തനെയുള്ള കുന്നിലേക്ക് ഞാൻ അങ്ങ് ചാടി കയറി. എങ്ങനെയോ കയറി. വിത്ത് ഫീൽഡ്സ്, അവിടെ എന്താ ഉണ്ടായിരുന്നു? വിത്ത് ഫീൽഡ്സ്, വയലുണ്ടായിരുന്നു. ഓഫ് ബാർലിയുടെ വയലുണ്ടായിരുന്നു. ബാർലി എന്ന് പറഞ്ഞാൽ യവം എന്നും പറയാം. അപ്പോൾ അതിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. ഓൺ ഏതർ സൈഡ് ആൻഡ് ദ കോൺ, രണ്ട് സൈഡിലായിട്ട്. പിന്നെന്താ ഉണ്ടായിരുന്നത്? കോൺ ഉണ്ടായിരുന്നു, ചോളം ഉണ്ടായിരുന്നു. റൈസിങ് അപ് ടു 40 feet. എത്ര ഉയരത്തിലായിരുന്നു ആ കൃഷികൾ ഉണ്ടായിരുന്നത്? 40 feet, 40 അടി ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് വലിയ ചെടികളായിരുന്നു. ദർ വാസ് എ ഫെൻസ് ടു പാസ് ഫ്രം വൺ ഫീൽഡ് ടു ദ അതർ. അപ്പോൾ അവിടെ ഒരു ഫെൻസ് ഉണ്ടായിരുന്നു. ഫെൻസ് എന്ന് പറഞ്ഞാൽ ഒരു വേലി അല്ലെങ്കിൽ മതിൽ. ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി അല്ലെങ്കിൽ മതിൽ എന്ന് പറയാം. അപ്പോൾ അതിന് ബാർലിയുടെയും ഈ കോണിൻ്റെയും ഒക്കെ വേർതിരിച്ചുകൊണ്ട് അവിടെ ഒരു ഫീൽഡിൽ നിന്ന് മറ്റേ ഫീൽഡിലേക്ക് പോകാനായിട്ട് ഒരു മതിലും ഉണ്ടായിരുന്നു. പാസ് ഫ്രം വൺ ഫീൽഡ് ടു അതർ, ഒരു ഫീൽഡിൽ നിന്ന് മറ്റേ ഫീൽഡിലേക്ക് പോകാനായിട്ട് ഒരു മതിലും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ മീ ടു ക്ലൈംബ് ബിക്കോസ് എവറി സ്റ്റെപ്പ് വാസ് 6 feet ഹൈ. അപ്പോൾ ഗള്ളിവർ എന്താ പറയുന്നത്? ഇറ്റ് വാസ് ഇമ്പോസിബിൾ, അതെനിക്ക് സാധ്യമല്ലായിരുന്നു, എനിക്ക് കഴിയില്ലായിരുന്നു. ഫോർ മീ ടു ക്ലൈംബ്, കയറാൻ. ബിക്കോസ് എവറി സ്റ്റെപ്പ് വാസ് 6 feet ഹൈ, ഓരോരോ സ്റ്റെപ്പും ആ വേലിയുടെ, ആ മതിലിൻ്റെ ഓരോരോ സ്റ്റെപ്പും 6 feet ഹൈ ആയിരുന്നു. അതായത് 6 അടി ഉയരമുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പും കയറാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. ഐ വാസ് ട്രൈയിങ് ടു ഫൈൻഡ് എ ഗ്യാപ്പ് ഇൻ ദ ഹെഡ്ജ് when I discovered one of the inhabitants in the next field walking towards the fence. I was trying to find a gap. ഞാൻ ട്രൈ ചെയ്തു to find a gap, ഒരു വിടവുണ്ടോയെന്ന്, എവിടെയെങ്കിലും ഒരു ചെറിയ വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കി. ഇൻ ദ ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റിച്ചെടി കൊണ്ടുള്ള വേലി. അതായത് ഈ വയലിൻ്റെയൊക്കെ അറ്റത്തായിട്ട് മതിൽ പോലെ ചെടികളുണ്ടാവില്ലേ, ചെറിയ ചെറിയ ചെടികൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഉണ്ടാവില്ലേ,
അപ്പോൾ അതിനാണ് ഹെഡ്ജ് എന്ന് പറയുന്നത്, കുറ്റിച്ചെടി കൊണ്ടുള്ള വേലി. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഞാൻ നോക്കി. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ അങ്ങോട്ട് മറ്റേ വയലിലേക്ക് കടക്കാമല്ലോ. When I discovered one of the inhabitants in the next field walking towards the fence. അപ്പോൾ ഞാൻ എന്താണ് കണ്ടത്? വൺ ഓഫ് ദ ഇൻഹാബിറ്റൻസ്. അപ്പോൾ അതിലൊരു ഇൻഹാബിറ്റൻസ്, അങ്ങനത്തെ ഒരു അവിടെയുള്ള ഒരു താമസക്കാരൻ. ഇൻഹാബിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൻ്റ്, അതായത് അവിടെ താമസിക്കുന്ന ആൾ. പിന്നെ ഇൻ ദ നെക്സ്റ്റ് ഫീൽഡ്, അടുത്ത ഫീൽഡിൽ നിന്ന് വാക്കിംഗ് ടുവേർഡ്സ് ദ ഫെൻസ്. എങ്ങോട്ടാണ് വരുന്നത്? ടുവേർഡ്സ് ദ ഫെൻസ്, മതിലിനടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടു. ഹി വാസ് ഓഫ് ദ സെയിം സൈസ് ആസ് ദ ക്രിയേച്ചർ ചേസിങ് ദ ബോട്ട്. ഇവനും അതേ സൈസ് തന്നെയായിരുന്നു, ഈ വലിയ ജീവിക്കും അതേ സൈസ് തന്നെയായിരുന്നു. ആസ് ദ ക്രിയേച്ചർ ചേസിങ് ദ ബോട്ട്, ആ ബോട്ടിനെ ചേസ് ചെയ്തിരുന്ന. ചേസിങ് എന്ന് പറഞ്ഞാൽ പിന്തുടർന്നിരുന്ന ആ ജീവിയുടെ അതേപോലെ തന്നെയുള്ള ഒരു വലിയ ഭീമാകാരനായ ഒരു മനുഷ്യനായിരുന്നു ഇതും. ഐ വാസ് സ്ട്രക്ക് വിത്ത് അറ്റ്മോസ്റ്റ് ഫിയർ ആൻഡ് അസ്റ്റോണിഷ്മെൻറ്റ് ആൻഡ് റാൻ ടു ഹൈഡ് മൈസെൽഫ്. ഞാനാകെ പേടിച്ചു. സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ ഞാനാകെ സ്തബ്ധനായി നിന്നുപോയി, അതായത് അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. വിത്ത് അറ്റ്മോസ്റ്റ് ഫിയർ, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യധികം, വളരെയധികം പേടിയും, ഫിയർ എന്ന് പറഞ്ഞാൽ പേടി, വളരെയധികം പേടിയും, ആൻഡ് അസ്റ്റോണിഷ്മെൻറ്റ് അതായത് ആശ്ചര്യവും തോന്നി. ഇപ്പോൾ ഒരാളെ കൂടെ കണ്ടല്ലോ, അത്രയും ഭീമാകാരനായ ഒരു ജീവിയെ കൂടെ കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ച് ഞാൻ അങ്ങനെ അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. ആൻഡ് റാൻ ടു ഹൈഡ് മൈസെൽഫ്, എന്നിട്ട് എന്ത് ചെയ്തു? ഓടി. ടു ഹൈഡ് മൈസെൽഫ്, എന്നെ തന്നെ ഒളിപ്പിക്കാനായിട്ട്, അതായത് എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കാം, ഈ ജീവി കാണണ്ട, ഈ വലിയ ഭീമാകാരനായ ഈ ക്രിയേച്ചർ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നെ തന്നെ ഒളിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഹി കോൾഡ് ഇൻ എ വോയിസ് മച്ച് ലൗഡർ ദാൻ എ ട്രംപറ്റ്. അപ്പോൾ അവൻ്റെ സംസാരം എങ്ങനെയായിരുന്നു? ആ ജീവിയുടെ സംസാരം ഇൻ എ വോയിസ് മച്ച് ലൗഡർ ദാൻ എ ട്രംപറ്റ്, അത്രയ്ക്ക് ലൗഡറായിരുന്നു, അത്രയ്ക്ക് ഉച്ചത്തിലുള്ള സംസാരമായിരുന്നു. ദാൻ എ ട്രംപറ്റ്. ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. എലിഫൻറ്റിൻ്റെ സൗണ്ടിനും ട്രംപറ്റ് എന്നാണ് പറയുക. അത്രയ്ക്ക് വലിയ സൗണ്ടായിരുന്നു ആ ക്രിയേച്ചറിൻ്റേത്. ഇറ്റ് സൗണ്ടഡ് ലൈക്ക് തണ്ടർ. അത് എന്തുപോലെ എനിക്ക് തോന്നിയത്? തണ്ടർ, ഇടിമുഴക്കം പോലെയാണ് തോന്നിയത്. 7 monsters like him came towards the field ready to reap the corn. റീപ്പ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, അതായത് മുറിച്ചെടുക്കുക, അത് കൊയ്യാൻ വേണ്ടിയിട്ട്. ആ വിളയില്ലേ, കോൺ, ചോളത്തിൻ്റെ കൃഷി ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അത് മുറിച്ചെടുക്കാനായിട്ട് 7 monsters, 7 മോൺസ്റ്റേഴ്സ്, അതായത് രാക്ഷസന്മാർ, ആ ഭീമാകാരന്മാരായ ആ ജീവികൾ, മനുഷ്യന്മാർ, അവർ എങ്ങനെ ലൈക്ക് ഹിം കെയിം ടുവേർഡ്സ് ദ ഫീൽഡ്. 7 പേര്, അതേപോലെയുള്ള 7 പേര് വയലിന് നേരെ വന്നു. റെഡി ടു റീപ്പ് ദ കോൺ. അവരെന്തിനു റെഡി ആയിട്ടാണ് വന്നത്? ഈ കോൺ, ചോളത്തിൻ്റെ ചെടിയെല്ലാം കട്ട് ചെയ്യാനായിട്ടാണ് വന്നത്. അത് പാകമായി കാണും, വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ദേ ക്യാരിഡ് എ റീപ്പിംഗ് ഹുക്ക്. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്? ക്യാരിഡ്, അവർ വഹിച്ചിരുന്നു എന്ത്? റീപ്പിംഗ് ഹുക്ക്. റീപ്പിംഗ് ഹുക്ക് എന്ന് പറഞ്ഞാൽ അരിവാള് പോലെയുള്ള ഒരു ഉപകരണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് അവർ കൊണ്ടുവന്നതാണ്. വിച്ച് വാസ് വെരി ബിഗ്. അതും വളരെ വലുതായിരുന്നു. ഇവരെ വലിയ ആൾക്കാരാണ്. അപ്പോൾ എല്ലാം അവിടുത്തെ കൃഷിയും വളരെ വലുതാണ്. എത്ര അടി? 40 അടി ഉയരത്തിലായിരുന്നു കോണെല്ലാം വളർന്നിരുന്നത്. സ്റ്റെപ്സും ഉയരത്തിലാണ്, ഓരോരോ സ്റ്റെപ്സും 6 അടി ഉയരത്തിൽ ആണ് ഉള്ളത്. എല്ലാം വലിയ വലിയ ആളുകളുമാണ്. When one of the reapers approached where I lay hidden, I screamed as loud as I could. When one of the reapers, അപ്പോൾ അവരിൽ ഒരു റീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൊയ്ത്തുകാർ, അതായത് വിളവെടുക്കുന്ന ആളുകൾ. അതിൽ ഒരാൾ അപ്രോച്ച്ഡ് വേർ ഐ ലേ ഹിഡൻ. അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വന്നു. വേർ ഐ ലേ ഹിഡൻ, ഞാൻ എവിടെയാണോ ഒളിച്ചു കിടന്നിരുന്നത് അവിടേക്ക് അതിലൊരാൾ വന്നു. ഐ സ്ക്രീംഡ് ആസ് ലൗഡ് ആസ് ഐ കുഡ്. സ്ക്രീംഡ് എന്ന് ഞാൻ ആകെ അലറി, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ആസ് ലൗഡ് ആസ് ഐ കുഡ്, എനിക്ക് കഴിയുന്ന അത്രയ്ക്ക് ഉച്ചത്തിൽ ഞാൻ അലറി. ദ ക്രിയേച്ചർ സ്റ്റോപ്പ് റീപ്പിംഗ്. അപ്പോൾ ആ ജീവികൾ സ്റ്റോപ്പ് ചെയ്തു. എന്ത്? റീപ്പ് ചെയ്യുന്നത്, അത് കൊയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. റീപ്പിംഗ് പറഞ്ഞാൽ അത് കട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു.
picked me up between his thumb and forefinger and brought me close to his eyes. Picked me, എന്നെ എടുത്തു. up between his thumb, എങ്ങനെയാണ് എടുത്തത്? between his thumb, അദ്ദേഹത്തിൻ്റെ തമ്പ് എന്ന് പറഞ്ഞാൽ തള്ളവിരൽ, പിന്നെ അതിൻ്റെയും ഫോർഫിംഗർ, അതായത് ചൂണ്ടുവിരൽ, തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിലായിട്ട് എന്നെ ഇങ്ങനെ എടുത്തു. ആൻഡ് ബ്രോട്ട് മീ ക്ലോസ് ടു ഹിസ് ഐസ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നു. 60 feet above the ground, ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിലായിരുന്നു? 60 feet, 60 feet ഉയരത്തിലായിരുന്നു ഉള്ളത്, അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു. He looked at me with curiosity and blew my hair aside to get a better view of my face. അപ്പോൾ ആ ക്രിയേച്ചർ എന്താ ചെയ്തത്? ലുക്ക്ഡ് അറ്റ് മീ, എന്നെ നോക്കി, വിത്ത് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഈഗർ ടു നോ സംതിങ്. അപ്പോൾ എന്നെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട്, ഞാൻ ആരാണ്, ഈ ചെറിയ ജീവി ഏതാണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവർ ക്യൂരിയോസിറ്റിയോടുകൂടി, അദ്ദേഹം എന്നെ അത്രയ്ക്ക് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഊതി, ബ്ലോ എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്ലൂ. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഊതി. ബ്ലൂ മൈ ഹെയർ അസൈഡ് ടു ഗെറ്റ് എ ബെറ്റർ വ്യൂ ഓഫ് മൈ ഫേസ്, എൻ്റെ ഫേസ് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്ന് മുഖത്തേക്ക് ഊതി. അപ്പോൾ എൻ്റെ ഹെയർ 2 സൈഡിലേക്കായിട്ട് മാറി. ഹീ കോൾഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ജെൻ്റ്ലി പ്ലേസ്ഡ് മീ ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ആ ജീവി എന്ത് ചെയ്തു? ആ ക്രിയേച്ചർ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, ആ കൂടെ കൊയ്യാൻ വന്ന അവരെയൊക്കെ വിളിച്ചു. എന്നിട്ട് എന്നെ ജെൻ്റ്ലി എന്ന് പറഞ്ഞാൽ മെല്ലെ, പ്ലേസ്ഡ് മീ ഓൺ ദ ഗ്രൗണ്ട്, എന്നെ മെല്ലെ ഗ്രൗണ്ടിൽ വെച്ചു. ഉപദ്രവിക്കൊന്നും ചെയ്തില്ല, എന്നെ മെല്ലെ ഗ്രൗണ്ടിൽ വെച്ചു. ദേ ഓൾ സാറ്റ് ഓൺ ദ ഗ്രൗണ്ട് ടു ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് മീ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ ഇരുന്നു. ടു ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് മീ, എന്നെ ഒന്ന് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട്, എന്നെ നല്ലോണം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഗ്രൗണ്ടിൽ ഇരുന്നു. പിന്നെ ഗള്ളിവർ എന്താ പറയുന്നത്? ഐ വാക്ക്ഡ് സ്ലോലി ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, പുൾഡ് ഓഫ് മൈ ഹാറ്റ് ആൻഡ് മെയ്ഡ് എ low bow towards the farmers. I walked slowly, ഞാൻ മെല്ലെ നടന്നു. ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, പുറകോട്ടും മുന്നോട്ടും ഒക്കെ മെല്ലെ നടന്നു. പുൾഡ് ഓഫ് മൈ ഹാറ്റ്, എൻ്റെ തൊപ്പിയൊന്ന് അങ്ങനെ എടുത്ത് മാറ്റി. ആൻഡ് മെയ്ഡ് എ ലോ ബോ ടുവേർഡ്സ് ദ ഫാർമേഴ്സ്. മെയ്ഡ് എ ലോ ബോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറകോട്ടും മുന്നോട്ടൊക്കെ നടന്നിട്ട് ഒന്ന് കുനിഞ്ഞ് തൊപ്പിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഹലോ പറയില്ലേ, റെസ്പെക്റ്റോട് കൂടി ഹലോ പറയില്ലേ, ഗ്രീറ്റ് ചെയ്യില്ലേ, അതിനാണ് ലോബോ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്തു, ആ ഫാർമേഴ്സിൻ്റെ മുന്നിൽ അങ്ങനെ ചെയ്തു. ഐ ട്രൈഡ് ടു സ്പീക്ക് ടു ദം ലൗഡ്ലി ഇൻ സെവറൽ ലാംഗ്വേജസ്. ഞാൻ ട്രൈ ചെയ്തു ടു സ്പീക്ക് ടു ദം, അവരോട് സംസാരിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. ലൗഡ്ലി, ഉറക്കെ, ഉച്ചത്തിൽ. ഇൻ സെവറൽ ലാംഗ്വേജസ്, ഒരുപാട് ഭാഷകളിൽ അവരോട് സംസാരിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. ഈച്ച് ടൈം ഐ ഡിഡ് സോ ദ ഫാമർ ഹൂ പിക്ഡ് മീ അപ്പ് ഹെൽഡ് ഹിസ് ഇയർ very close to me but in vain. Each time I did so, ഓരോരോ പ്രാവശ്യവും ഞാൻ അങ്ങനെ ചെയ്തപ്പോഴും the farmer who picked me up held his ear very close to me but in vain. ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ പല ഭാഷകളിലായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴൊക്കെ ഫാർമർ എന്താ ചെയ്തത്, ആ ക്രിയേച്ചർ എന്താ ചെയ്തത്? പിക്ഡ് എന്നെ എടുത്ത് അപ്പ് ഹെൽഡ് ഹിസ് ഇയർ, അവൻ്റെ ചെവിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ടു മീ ടു പുട്ട് ഇൻ, അതെന്താ, ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഏത് ഭാഷയിൽ ഞാൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് ചെവിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. പക്ഷേ ഇൻ വെയിൻ, ഒക്കെ വെറുതെയായി. വെയിൻ എന്നാണ്, അത് വിജയിച്ചില്ല. അതായത് ഞാൻ പറയുന്നതൊന്നും അവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല, മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല, ഒക്കെ യൂസ്ലെസ്സായി. ദ ഫാമർ ടുക്ക് മീ ടു ഹിസ് ഹൗസ് ആൻഡ് പ്ലേസ്ഡ് മീ അറ്റ് സം ഡിസ്റ്റൻസ് ഓൺ ദ ഡൈനിങ് ടേബിൾ വിച്ച് വാസ് 30 feet ഹൈ ഫ്രം ദ ഫ്ലോർ. ഫാർമർ എന്ത് ചെയ്തു? എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ടുക്ക് ഹിസ് ഹൗസ് ആൻഡ് പ്ലേസ്ഡ് മീ അറ്റ് സം ഡിസ്റ്റൻസ് ഓൺ ദ ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിളിൽ കുറച്ച് ഡിസ്റ്റൻസിൽ എന്നെ അവിടെ വെച്ചു. വിച്ച് വാസ് 30 feet ഹൈ ഫ്രം ദ ഫ്ലോർ. ആ ഡൈനിങ് ടേബിൾ എത്ര ഉയരത്തിലായിരുന്നു? 30 feet ഹൈ, 30 അടി ഉയരത്തിലായിരുന്നു ഉള്ളത് ഗ്രൗണ്ടിൽ നിന്നും. ഡിന്നർ വാസ് ബ്രോഡ് ഫോർ ദ ഫാമർ ഇൻ എ ഡിഷ് വിച്ച് വാസ് 10 feet in diameter. അപ്പോൾ ഡിന്നർ കൊണ്ടുവന്നു ഫോർ ദ ഫാമറിന് വേണ്ടിയിട്ട് ഡിന്നർ കൊണ്ടുവന്നു. ഇൻ എ ഡിഷ്, ഒരു പാത്രത്തിൽ. ആ പാത്രത്തിൻ്റെ ഡയമീറ്റർ എത്രയായിരുന്നു? വിച്ച് വാസ് 10 feet in diameter. 10 feet, 10 അടി ഡയമീറ്റർ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് വീതിയിലുള്ള വട്ടത്തിലുള്ള പ്ലേറ്റ് ആയിരുന്നു. ദ ഫാമേഴ്സ് വൈഫ് ക്രംബിൾഡ്
some bread and placed it before me. അപ്പോൾ ഫാർമറിൻ്റെ വൈഫ് എന്ത് ചെയ്തു? ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ബ്രോക്ക് ഇൻ ടു സ്മോൾ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പ്ലേസ്ഡ് ഇറ്റ് ബിഫോർ മീ, അത് എൻ്റെ മുന്നിൽ വെച്ചു. ഇൻ ദ മിഡിൽ ഓഫ് ദ ഡിന്നർ ഐ ഹേർഡ് നോയ്സ് ബിഹൈൻഡ് മീ. അപ്പോൾ ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കേട്ടു, ഹേർഡ് നോയ്സ്, ഞാനൊരു സൗണ്ട് കേട്ടു. ബിഹൈൻഡ് മീ, എൻ്റെ പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു. ഇറ്റ് വാസ് ദ പെറിങ് ഓഫ് എ കാറ്റ് ദാറ്റ് വാസ് 10 times ലാർജർ ദാൻ ആൻ ഓക്സ്. അതെന്തായിരുന്നു? പെറിങ് ഓഫ് എ കാറ്റിൻ്റെ ശബ്ദം, ഒരു പൂച്ചയുടെ ശബ്ദമായിരുന്നു. അതായത് ടു മേക്ക് എ കണ്ടിന്യൂസ് സ്ലോ സൗണ്ട് ദാറ്റ് ഷോസ് പ്ലഷർ. അത് സന്തോഷത്തോടു കൂടി പൂച്ച ഉണ്ടാക്കുന്ന ആ സൗണ്ടിനാണ് പെറിങ് എന്ന് പറയുന്നത്. വാസ് 10 times ലാർജർ ദാൻ ആൻ ഓക്സ്. ആ പൂച്ച എത്ര വലുതായിരുന്നു? 10 times ലാർജർ ദാൻ ആൻ ഓക്സ്. ഒരു ഓക്സിനേക്കാളും 10 മടങ്ങ് സൈസ് വലുതായിരുന്നു. ദ ഫാമേഴ്സ് വൈഫ് വാസ് സ്ട്രോക്കിംഗ് ഹിം. ഫാർമറിൻ്റെ വൈഫ് എന്താ ചെയ്തിരുന്നത്? സ്ട്രോക്കിംഗ് ഹിം, അതിനെങ്ങനെ തലോടുകയായിരുന്നു. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലോടുക. ദെൻ എൻറ്റേർഡ് ദ ഫാമേഴ്സ് 1-year-old സൺ ഇൻ ദ ആംസ് ഓഫ് എ ലേഡി. അതിനുശേഷം ആരാ അവിടെ എത്തിയത്? ഫാമേഴ്സ് 1-year-old സൺ, ഫാമറിൻ്റെ 1 വയസ്സുള്ള മകൻ, ഇൻ ദ ആംസ് ഓഫ് എ ലേഡി, ഒരു ലേഡിയുടെ കയ്യിൽ അവിടേക്ക് വന്നു. ഓൺ സീയിങ് മീ ദ ചൈൽഡ്. അപ്പോൾ ഒരു ലേഡി ഫാമറിൻ്റെ 1 year ആയിട്ടുള്ള ഈ മകനെയായിട്ട് അങ്ങോട്ട് വന്നു. ഓൺ സീയിങ് മീ ദ ചൈൽഡ് ഗ്രാബ്ഡ് മീ ഫ്രം ദ ടേബിൾ ആൻഡ് പുട്ട് മൈ ഹെഡ് ഇൻ ടു ഹിസ് മൗത്ത്. എന്നെ കണ്ടപ്പോൾ ആ കുട്ടി എന്താ ചെയ്തത്? ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു, എന്നെ അങ്ങ് എടുത്തു. ഫ്രം ദ ടേബിളിൽ നിന്ന് എന്നെ അങ്ങ് എടുത്തു. ആൻഡ് പുട്ട് മൈ ഹെഡ് ഇൻ ടു ഹിസ് മൗത്ത്. എന്നിട്ട് എൻ്റെ തല എടുത്ത് വായിലേക്ക് വയ്ക്കാൻ നോക്കി. അത്രയ്ക്ക് ചെറുതാണല്ലോ ഗല്ലിവർ. ആ കുട്ടി വരെ 1 year ആയിട്ടുള്ള ആ കുട്ടി വരെ വളരെ വലുതാണ്. അപ്പോൾ അതെടുത്തിട്ട് എന്നെ വായിലേക്ക് അങ്ങ് വയ്ക്കാൻ നോക്കി. ഐ ഷൗട്ടഡ് സോ ലൗഡ്ലി, ഞാൻ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി, ആകെ പേടിച്ചിട്ട്. ദാറ്റ് ദ ബേബി ഡ്രോപ്ഡ് മീ. അപ്പം എന്ത് ചെയ്തു? ആ കുട്ടി എന്നെ താഴെയിട്ടു. ഡ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ താഴെയിട്ടു. ഐ വുഡ് ഹാവ് ബ്രോക്കൺ മൈ നെക്ക് ഇഫ് ദ മദർ ഹാഡ് നോട്ട് ഹെൽഡ് ഹെർ ആപ്രൺ അണ്ടർ മീ. എൻ്റെ കഴുത്ത് അങ്ങ് പൊട്ടിപ്പോകുമായിരുന്നു, കഴുത്ത് ഒടിഞ്ഞു പോകുമായിരുന്നു. ഇഫ് ദ മദർ, ആ കുട്ടിയുടെ അമ്മ, ഹാഡ് നോട്ട് ഹെൽഡ് ഹെർ ആപ്രൺ അണ്ടർ മീ. അപ്പോൾ ആ കുട്ടി താഴെ ഇട്ടപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്താ ചെയ്തത്? അവരുടെ ആപ്രണിൽ ആപ്രൺ അടിയിലേക്ക് വെച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് വീണു. ആപ്രൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മമാരൊക്കെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഡ്രസ്സിൽ അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടില്ലേ, മുൻഭാഗത്തൊരു ഡ്രസ്സ് ധരിക്കില്ല, അതിനാണ് ആപ്രൺ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്രൺ അങ്ങ് താഴെ കാണിച്ചപ്പോൾ ഞാൻ അതിലേക്ക് വീണു. അതുകൊണ്ട് എൻ്റെ കഴുത്തിനൊന്നും പറ്റിയില്ല. ലേറ്റർ ഷീ പുട്ട് മീ ഓൺ ഹെർ ഓൺ ബെഡ് ആൻഡ് കവേർഡ് മീ വിത്ത് ക്ലീൻ വൈറ്റ് ഹാൻഡ് കർച്ചീഫ്. അതിനുശേഷം അവരെന്ത് ചെയ്തു? എന്നെ സ്വന്തം ബെഡിൽ കൊണ്ടുപോയിട്ട് കിടത്തി. എന്നിട്ട് കവേർഡ് മീ, എന്നിട്ട് എന്നെ പുതപ്പിച്ചു. വിത്ത് ക്ലീൻ വൈറ്റ് ഹാൻഡ് കർച്ചീഫ്, ഒരു വൃത്തിയുള്ള വെളുത്ത ഹാൻഡ് കർച്ചീഫ് കൊണ്ട്, ഒരു തൂവാല കൊണ്ട് എന്നെ പുതപ്പിച്ചു. അവരുടെ തൂവാല എനിക്ക് ഗല്ലിവറിന് വലിയൊരു പുതപ്പാണ്. ഐ സ്ലെപ്റ്റ് ഡ്രീമിങ് ഓഫ് മൈ ഹോം, മൈ വൈഫ് ആൻഡ് മൈ ചിൽഡ്രൻ. അപ്പം ഞാൻ ഉറങ്ങി. ഡ്രീമിങ് ഓഫ് മൈ ഹോം, എൻ്റെ വീടിനെക്കുറിച്ചും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടും, മൈ വൈഫ് ആൻഡ് മൈ ചിൽഡ്രൻ, എൻ്റെ വൈഫിനെയും എൻ്റെ കുട്ടികളെയും ഒക്കെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഡാപ്റ്റഡ് ഫ്രം ജോനാഥൻ സ്വിഫ്റ്റ്സ് ഗളിവേഴ്സ് ട്രാവൽസ്. ഏതിൽ നിന്നാണ് എടുത്തത്? ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന സ്റ്റോറിയിൽ നിന്നാണ്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇനി നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സ് നോക്കാം. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഓഫ് എ പേഴ്സൺസ് ലൈഫ് റിട്ടൺ ബൈ ദാറ്റ് പേഴ്സൺ. അതായത് സ്വന്തമായിട്ട് കഥ എഴുതുക, അവരവരുടെ കഥ സ്വന്തം ലെറ്ററിൽ എഴുതുക, അതായത് ആത്മകഥ. ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തി, ഫൗണ്ട്. ക്യാപ്റ്റൻ, ലീഡർ ഓഫ് ദ ക്രൂ ഇൻ എ ഷിപ്പ് ഹൂ കൺട്രോൾസ് എവറിത്തിങ്. അതായത് ക്രൂവിലെ ആ കപ്പൽ യാത്രക്കാരുടെ ലീഡർ, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആൾ, അതായത് കപ്പിത്താൻ. വെസൽസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ, പോട്ട്സ്. സ്പ്രിങ്, സോഴ്സ് ഓഫ് വാട്ടർ, അരുവി. ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൻസ്, അതായത് അവിടെ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവികൾ.
സെയിലർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂ സെയിൽസ് എ ബോട്ട് ഓർ ഷിപ്പ്, നാവികൻ, കപ്പൽ യാത്രക്കാരൻ. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ സെർച്ച്, കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക. ബാരൻ, ലാൻഡ് വിത്ത് നോ വെജിറ്റേഷൻ, അതായത് തരിശു ഭൂമി, ഒരു ഗ്രീനറി ഒന്നുമില്ലാത്ത ഭൂമി. ക്രൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ്, കപ്പലിലെ യാത്രക്കാർ, ബാക്കിയുള്ള ജോലിക്കാർ. റോ എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് മൂവിങ് ബോട്ട്, അതായത് ബോട്ട് തുഴയുക. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യുക. ക്രിയേച്ചർ, ജീവി. നീ എന്ന് പറഞ്ഞാൽ കാൽമുട്ട്. എസ്റ്റോണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ലി സർപ്രൈസ്ഡ്, വളരെയധികം ആശ്ചര്യചകിതനാവുക. ചേസിങ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആഫ്റ്റർ, പുറകെ ഓടുക, പിന്തുടരുക. ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഇൻ ടു പീസസ്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഗ്രാബ് എന്ന് പറഞ്ഞാൽ പിക്ക് സഡൻലി, പെട്ടെന്ന് എടുക്കുക. ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. റീപ്പ് എന്ന് പറഞ്ഞാൽ ടു കട്ട് ദ ക്രോപ്പ്, അപ്പോൾ ക്രോപ്പ് കട്ട് ചെയ്യുക. അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ കെയിം നിയർ, അടുത്ത് വരിക. ലേ എന്ന് പറഞ്ഞാൽ ടു ലൈ, ടു പുട്ട് ഓർ പ്ലേസ്, അതായത് ലേ ഹിഡൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒളിച്ച് കിടന്നിരുന്ന. സ്ക്രീംഡ്, ഷൗട്ടഡ് ഇൻ ലൗഡ് വോയിസ്, യിൽഡ്, അതായത് അലറി. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ടു നോ, അറിയാനുള്ള ആഗ്രഹം. ജെൻറ്റ്ലി, സോഫ്റ്റ്ലി, മെല്ലെ. വെയിൻ, യൂസ്ലെസ്ലി, അതായത് ഒരു ഫലവുമില്ലാതെ, വെറുതെയായി. പെറിങ് എന്ന് പറഞ്ഞാൽ എ മർമറിങ് സൗണ്ട് ദാറ്റ് എ കാറ്റ് മേക്സ് വെൻ പ്ലീസ്ഡ്, സന്തോഷത്തോടു കൂടി കാറ്റ് ഉണ്ടാക്കുന്ന സൗണ്ട്.